പുതിയൊരു പ്രഭാതം കാണുവാൻ നമ്മെ അനുവദിച്ച ദൈവത്തിന് നന്ദി പറയാം. പുതിയൊരു കൃപയാലും പുതിയൊരു അഭിഷേകത്താലും ഈ ദിവസത്തിൽ നമ്മളെ തന്നോട് ചേർത്ത് പിടിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെ ഈ സമയം ഈശോയിലേക്ക് സമർപ്പിക്കട്ടെ. ഏതെല്ലാം ചങ്ങലകളാൽ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്നുവോ ഇന്നത്തെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ആ ചങ്ങലകൾ ഭേദിക്കപ്പെടുവാൻ കർത്താവിൻ്റെ വലിയൊരു ശക്തി ഇറങ്ങി വരുവാനായിട്ടും അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ നിറയപ്പെടുവാനും പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ ഒന്ന് സമർപ്പിച്ചേ. പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളിലും പുതിയൊരു മാറ്റം. കർത്താവേ, ഇന്നലെ വരെയുള്ള എൻ്റെ പാപത്തിൻ്റെ എന്നിലുള്ള തഴക്കദോഷങ്ങളുടെ സകല കെട്ടുകൾ അവിടെ നിന്ന് അഴിച്ചു മാറ്റി ഇന്നേ ദിവസം പുതിയൊരു കൃപ, പുതിയൊരു അഭിഷേകം. നാമങ്ങൾ പറയുന്നത് പോലെ ഓരോ ദിവസവും എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം പുതിയതാണ്. ഇന്നിൻ്റെ പുതിയൊരു അഭിഷേകം സ്വീകരിക്കുവാൻ കർത്താവേ എന്നെ നീ ഒരുക്കണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ അഭിഷേകം സ്വീകരിക്കാനുള്ള കൃപ ചോദിച്ചേ. നിങ്ങൾ പുതിയ കൃപ ചോദിച്ചേ, പുതിയ അഭിഷേകം ചോദിച്ചേ. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മൾ ഇന്നലെ കൊടുത്തതാ. വീണ്ടും അത് ഈശോയെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളിനി അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ മാത്രം മതി, അവൻ കൂട്ടിച്ചേർത്ത് തരും. അതുകൊണ്ട് ഇന്നിൻ്റെ അഭിഷേകം ചോദിച്ചേ, ഇന്നിൻ്റെ കൃപ ചോദിച്ചേ. ഈ ദിവസത്തിൻ്റെ അഭിഷേകത്താൽ ഈ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്നിലേക്ക്, ഞാൻ ആയിരിക്കുന്ന ദേശത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവെ നീ അയക്കാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും ഈ സമയം കർത്താവെ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേലും നീ വർഷിക്കണമേ എന്ന് ഈ സമയം ഒന്ന് കൊടുത്തേ. പൂർണ്ണമായി സമർപ്പിച്ചേ. പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചേ. ചങ്ങലകൾ അഴിയട്ടെ. സകല ബന്ധനങ്ങളും സകല കെട്ടുകളും അഴിയുന്ന സമയമാണ്. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുമാറുന്ന സമയമാണ്. അസ്വസ്ഥതയുടെ ചങ്ങലകൾ അഴിയപ്പെടുന്ന സമയമാണ്. വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ വിടുതൽ ശുശ്രൂഷയാണ്. അതിനേക്കാൾ വലിയൊരു വിടുതൽ ശുശ്രൂഷ സഭയിലില്ല. വിശുദ്ധ കുമ്പസാരത്തെക്കാൾ വലിയൊരു വിടുതൽ മറ്റെവിടെ നിന്ന് നമുക്ക് കിട്ടാനില്ല. പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുന്ന ഇടം, യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ആത്മാവ് കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന ഇടം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോയിലേക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഇന്നേ ദിവസം നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും ദൈവ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. അനുതാപത്തിൻ്റെ അഭിഷേകത്താൽ ദൈവമേ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് സമയം പ്രാർത്ഥിച്ചേ. സമയം പ്രാർത്ഥിക്കട്ടെ. അനുതാപത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ജ്വലനം ഇവർക്കുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിന്റെ ദൈവജനത്തെ കർത്താവേ നീ വിശുദ്ധീകരിക്കണമേ. എല്ലാ ചങ്ങലകളും സകല ബന്ധനങ്ങളും അതിന്റെ എല്ലാ കെട്ടുകളും യേശുനാമത്തിന്റെ ശക്തിയിൽ ഇവരെ വിട്ടുമാറി പോവാൻ പരിശുദ്ധാത്മാവേയും ഇവരിൽ നീ ഈ സമയം അഗ്നിയായി പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി
സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിന് ഒരുങ്ങുന്ന ദിവസമാണിന്ന്. വിശുദ്ധ കുമ്പസാരം നമുക്കറിയാം, നമ്മുടെ പാപങ്ങൾ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വിടുതലും സൗഖ്യവും പാപ പൊറുതിയും നമ്മൾ നേടിയെടുക്കുന്ന ദിനമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിനം. ഈ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിനത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ സകല പാപത്തിൻ്റെ മേഖലകളും പൂർണ്ണമായും കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിച്ച് യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താലും തിരുജലത്താലും നമ്മൾ കഴുകപ്പെടുന്ന ദിവസമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിനം. ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ, പൈശാചിക സ്വാധീനങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നേടിയെടുക്കാൻ പറ്റാത്ത ചില മേഖലകൾ, ഇങ്ങനെ എന്താണോ നിങ്ങളെ വേട്ടയാടുന്നത്, അങ്ങനെയുള്ള നീണ്ട പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനേക ഉത്തരമേ ഉള്ളൂ. നമ്മൾ മറച്ചു വെച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പറ്റി നമ്മൾ കേട്ടപ്പോൾ അതിനകത്ത് അവൾ അതുവരെ വ്യഭിചാരം ചെയ്തിരുന്നു, പക്ഷെ പിടിക്കപ്പെട്ടപ്പോഴാണ് അവൾ വിധിക്കപ്പെട്ടത്. പിടിക്കപ്പെട്ടപ്പോൾ മാത്രമേ അവൾ വിധിക്കപ്പെടാൻ വേണ്ടി നടുവിൽ നിർത്തപ്പെട്ടിട്ടുള്ളൂ. അതുവരെ അവളുടെ പാപം, അവളിൽ ഉണ്ടായിരുന്ന പാപം അവളിൽ മാത്രമായിട്ട് നിന്നിരുന്നു.
അവളെ അറിയുന്ന ദൈവവും അവളും മാത്രമായി ആ പാപത്തിൽ ഒതുങ്ങിയിരുന്നപ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ അവസ്ഥ ആ പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരുടെയും. പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ. യേശു നമ്മളെ പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ചില മേഖലകളിൽ ബ്ലോക്ക് വരും. അവിടെ അവളെ ഫരിസേയരും നിയമജ്ഞരും കൂടെ പിടിച്ച് ബന്ധിച്ച് യേശുവിൻ്റെ മുൻപിൽ നിർത്തിയതുപോലെ നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പാപം ചെയ്ത് ആ പാപം ദൈവം പിടിച്ചു, കർത്താവ് അത് കണ്ടുപിടിച്ചു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈൻ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക്, സാമ്പത്തിക മേഖലയിൽ, വരുമാന മേഖലകളിൽ സ്ഥിരമായ വരുമാനമില്ലാത്ത അവസ്ഥകളായിട്ട് ഒരു ബ്ലോക്ക്, ആരോഗ്യത്തിലാണെങ്കിൽ സ്ഥിരം മെഡിസിൻ എടുക്കേണ്ട രീതിയിലൊരു നിത്യമായൊരു രോഗം നമ്മളെ പിടിപെടുക, ദാമ്പത്യ ജീവിതത്തിലുള്ള വിള്ളലുകൾ, ഇങ്ങനെ സാത്താൻ നമ്മുടെ ഏതെല്ലാം അവസ്ഥകളിൽ കയറിക്കൂടി ആധിപത്യം പുലർത്തും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന അവസ്ഥകളാണതെല്ലാം. നമ്മുടെ പാപം ദൈവം പിടിച്ചു, ഇനി ഞാൻ വിധിക്കപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ചില സൈൻ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും എല്ലാം ഇത്തരത്തിലൊരു സൈൻ ദൈവമായ കർത്താവ് നമുക്ക് കാണിച്ചു തരും. ഇതിങ്ങനെയാണ്, ഇന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ലോകത്തിൻ്റെ മുൻപിൽ നിന്നെ അവഹേളിക്കാതെ നിൻ്റെ ശരീരത്തിലും നിൻ്റെ വ്യക്തി ജീവിതത്തിലും സഹനങ്ങൾ അനുവദിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് പിന്മാറാൻ ക്രിസ്തു ഒരു പ്രേരണ നിനക്ക് തരും. ചില പാപങ്ങൾ നമ്മിലുണ്ടെന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ഈ പാപത്തിൻ്റെ ഫലമായി നമ്മളെ പ്രത്യേകമായി നമ്മൾ കൊണ്ടു നടന്ന ഏതെങ്കിലും ഒരവസ്ഥയെ കർത്താവ് ലോക്ക് ചെയ്യും. അവിടെ പിന്നെ നമ്മൾക്കത് ഓപ്പണായി കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് ഓപ്പണാവാതെ വരുമ്പോൾ ഇത്തരത്തിലേതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെട്ട് അവിടെ എടുക്കുന്ന ക്ലാസ്സുകളിലോ അവിടുത്തെ ശുശ്രൂഷകളിലോ അവിടുത്തെ കൗൺസിലിങ്ങിലോ വെളിപ്പെടുത്തി കിട്ടും നിങ്ങൾക്ക് ഇന്നതുകൊണ്ടാണ്, ഈ പാപത്തിൻ്റെ മേഖലയുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ ഇതൊന്ന് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത പാപങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവായ ദൈവം കൊണ്ടു തരും. ആ കൊണ്ടു തന്ന പാപങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിൽ മറച്ചു വയ്ക്കാതെ, അതിൻ്റെ കാഠിന്യം കുറയാതെ നിങ്ങൾ ഏറ്റുപറയുക. നിങ്ങളുടെ പാപത്തിൻ്റെ കാഠിന്യം എത്ര വലുതാണോ ആ കാഠിന്യം കുറച്ച് കാണിക്കരുത്. വിശുദ്ധ കുമ്പസാരത്തിൽ കുറച്ച് കാണിക്കരുത്. ഞാൻ വ്യഭിചാരം ചെയ്തു, എനിക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഞാൻ ആസക്തിയോടെ സ്ത്രീയെ സ്പർശിച്ചു. രണ്ടിലും ഒരേ പാപം തന്നെ കിടക്കുന്നുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ കാഠിന്യം രണ്ടാമത്തെ പാപത്തിലില്ല. ഇങ്ങനെ നമ്മൾ ചെയ്ത പാപങ്ങൾ ഇരിക്കുന്ന പുരോഹിതനെ പേടിച്ചോ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തോ ലജ്ജ കൊണ്ടോ നമ്മൾ മറച്ചു വയ്ക്കുകയോ ഏറ്റുപറയാതിരിക്കുകയോ കള്ളക്കുമ്പസാരം ചെയ്യുകയോ ചെയ്യുമ്പോൾ നഷ്ടം അവിടെ ഇരിക്കുന്ന പുരോഹിതനോ നിങ്ങളുടെ പാപങ്ങൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിനോ അല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ബ്ലോക്കുകൾ ഒരിക്കലും മാറില്ല. ഇത് മറ്റാരും അറിയുന്നില്ല. നിങ്ങളും നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. പാപങ്ങൾ ഏറ്റുപറയാനായിട്ടുള്ള ഒരു ഉടമ്പടി. ഈ ഉടമ്പടിയാണ് മോശ വഴി നൽകപ്പെട്ടത് 10 കൽപ്പനകളായിട്ട്. നമ്മൾ പറഞ്ഞു അതിക്രമം എന്നുള്ള വേർഡ് നമ്മൾ കേട്ടതാണ്. എന്തുകൊണ്ട്? ക്രമം തെറ്റിയപ്പോൾ അതിക്രമമായി മാറി. നമ്മൾ ദൈവം തന്ന ഉടമ്പടിയിൽ നിന്ന് നമ്മൾ പുറകോട്ട് മാറുമ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് ചില പാപങ്ങൾ, മറച്ചു വയ്ക്കപ്പെട്ട പാപങ്ങൾ, ഏറ്റുപറയാത്ത പാപങ്ങൾ നിങ്ങളിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് വീണ്ടും വലിയ പാപിയായിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. ആ കുമ്പസാരം കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണം ഉണ്ടാവുകയില്ല. നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ പാപങ്ങൾ സമർപ്പിച്ച് ക്രിസ്തുവിന് കൊടുത്ത് ഫ്രീ ആയിട്ട് ഇറങ്ങി പോരുന്നതിന് പകരം കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വലിയ പാപിയായിട്ട് ഇറങ്ങി വരേണ്ട അവസ്ഥ വരും കള്ള കുമ്പസാരം നടത്തുമ്പോൾ. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, ഈ ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ദിവസമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിൽ നിങ്ങളുടെ പാപങ്ങൾ ബോധപൂർവം വിശ്വാസത്തോടെ അതിൻ്റെ കാഠിന്യം കുറയാതെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. ആമേൻ, ഹല്ലേലൂയ.
അഭിഷേകത്തോടെ ഹാലലുയ്യ, വിശ്വാസത്തോടെ ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഹഗ്ഗായി പ്രവചനം എടുത്തേ. വിശുദ്ധ ബൈബിളിൽ ഹഗ്ഗായി പ്രവചനം എടുത്തേ. ഹഗ്ഗായി പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തനാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനമാണ് നമ്മൾ വായിച്ചത്. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്: ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? ഇതാണ് ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ആലയം തകർന്നു കിടക്കുന്ന, അതായത് പാപത്താൽ തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? മച്ചിട്ട ഭവനം, അതായത് ഡബിൾ റൂഫ്, 2 റൂഫ് ഒരു ഭവനത്തിൽ വരുന്നതാണ് മച്ചിട്ട ഭവനത്തിൻ്റെ പ്രത്യേകത. മുകളിലുള്ള റൂഫ് കൂടാതെ ഉള്ളിലൊരു റൂഫ് കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മച്ചിട്ട ഭവനമാണ്. അതായത് നമ്മളെല്ലാ കാര്യത്തിലും അതിൻ്റെ പെർഫെക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിലും നമ്മളൊരു തൃപ്തി വരുന്നില്ല. മച്ച് വേണം, റൂഫ് പോരാ, ഒരു സബ് റൂഫ് എൻ്റെ ഭവനത്തിന് വേണം. എനിക്ക് ഒരു ജോലി പോരാ, ജോലിയോടൊപ്പം ഒരു നീക്കിയിരിപ്പ് വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ നിന്ന് അധികം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഹഗ്ഗായി പ്രവചനത്തിലൂടെ കർത്താവായ ദൈവം ദൈവജനത്തോട് ഒരു അനുശാസനം എന്ന രീതിയിൽ പറയുന്നത്. നമ്മുടെ പാപങ്ങൾ മൂലം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ആലയം തകർന്നു കിടക്കുമ്പോഴും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ചിന്ത കിടക്കുന്നത് നമ്മുടെ നിയോഗങ്ങളിലാണ്, നമ്മുടെ ആവശ്യങ്ങളിലാണ് ചിന്ത നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്നതിനെ പറ്റിയാണ് നമ്മുടെ ചിന്ത നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ തകർന്നു കിടക്കുന്ന ആലയത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ആലയം പാപം മൂലം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അതിനെ ഒരു തരത്തിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കെട്ടപ്പെട്ട് കിടക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മച്ചിട്ട ഭവനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. മച്ചിടാൻ നിങ്ങൾ വ്യഗ്രത കാണിക്കുകയും വേണ്ട. ആത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം പോയി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, പല ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ദുരിതങ്ങൾക്കൊരിക്കലും മറ്റൊരു വ്യക്തിയല്ല കാരണം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങൾക്ക് മറ്റൊരു വ്യക്തിയല്ല ഒരിക്കലും കാരണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദുരിതമുണ്ടോ? എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെയാണ്, എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെയായി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പാപം ചെയ്തത് നീയാണ്. ആരെല്ലാം എങ്ങനെയെല്ലാം നിർബന്ധിച്ചു, പ്രലോഭിപ്പിച്ചു, ഇതൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ചോദ്യമല്ല. പാപം ചെയ്തത് നീയാണ്, നീ മാത്രമാണ്.
ബാക്കിയുള്ളതെല്ലാം കർത്താവ് എഴുതി തള്ളും. നിന്നെ പാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും പ്രവണതകളും വ്യക്തികളും യേശു എഴുതി തള്ളും. പാപം ചെയ്തവനെയും അവൻ്റെ പാപത്തെയും അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിലേക്കുള്ള സമർപ്പണത്തെയും മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളെയും ബാക്കി ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ നയിച്ച എല്ലാ പാപം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വ്യക്തികളെയും കർത്താവ് മാറ്റി നിർത്തും. അവർക്കും അവരുടേതായ രീതിയിൽ വ്യക്തിപരമായി കർത്താവ് വിധി പ്രസ്താവിക്കും. നിന്റെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്തതിന് കാരണം നിന്റെ കൂടെയുള്ളവരല്ല, നീ തന്നെയാണ്. നിനക്ക് ജോലിയില്ല, നിനക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിനക്ക് രോഗമാണ്, നിന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, നിന്റെ അപ്പൻ ഇങ്ങനെയാണ്. ഇതെല്ലാത്തിലും നീ എന്നുള്ളതാണ് പ്രസക്തമായി നിൽക്കുന്ന കാര്യം. മറ്റാരുടെയുമല്ല. നിന്റെ ജോലി, നിന്റെ ഭവനം, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ആരോഗ്യം, ഇതിലെല്ലാത്തും നിന്റേതാണ് വന്നിരിക്കുന്നതെങ്കിൽ പ്രശ്നം നീ തന്നെയാണ്. നിന്നിലാണ് മാറ്റം വരേണ്ടത്. നീ മറ്റുള്ളവരെ വിധിച്ച് നീ സ്വയം ദൈവത്തിൻ്റെ മുമ്പിൽ നല്ലതാവാൻ ഭാവിക്കരുത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പല പാപങ്ങളുടെയും ബാക്കി മാത്രമാണ് കൂട്ടിച്ചേർക്കപ്പെട്ട ചില സഹനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ ഒത്തിരി പാപത്തിൻ്റെ മേഖലകളുണ്ട്, ഒത്തിരി തഴക്കദോഷത്തിൻ്റെ മേഖലകളുണ്ട്. ഉപേക്ഷിക്കാമായിരുന്നിട്ടും ഉപേക്ഷിക്കാത്ത ചില തഴക്കദോഷങ്ങളും കെട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉപേക്ഷിച്ചിട്ടില്ല, കൂടെ കൊണ്ട് കിടക്കുക. എന്നിട്ടും നമ്മൾ പറയും ഇത്രയും ധ്യാനം കൂടി, ഇത്രയും ഇത് ചെയ്തു, ഇത്രയും അത് ചെയ്തു, എന്നിട്ടും എനിക്ക് മാറ്റം വന്നില്ല. ഇവിടെ കുറ്റം, വിധി ദൈവത്തിന് നമ്മൾ കൊടുക്കുക. പക്ഷെ ദൈവമല്ല. കാരണം നീ തന്നെയാണ് നിന്റെ പാപാവസ്ഥയ്ക്കും രോഗാവസ്ഥയ്ക്കും ദുഃഖത്തിനും ദുരിതത്തിനും സാമ്പത്തിക ക്ലേശത്തിനും കാരണം നീ മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നീ ചെയ്യുമ്പോൾ നീയല്ല, നിന്റെ അവസ്ഥകളിലാണ് മാറ്റം വരുന്നത്. നിന്നിൽ വരുന്ന മാറ്റത്തെ കൂടാതെ നിന്റെ അവസ്ഥകളിലും നിന്റെ കുടുംബത്തിലും മാറ്റം വരണമോ, നീ നിന്റെ പാപത്തെ ഏറ്റുപറയാൻ മനസ്സ് കാണിക്കണം. നീ നിന്റെ ദൈവത്തോട് നിന്റെ പാപങ്ങൾ തുറന്നു കുമ്പസാരിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ അവിടെ വലിയൊരു മാറ്റം വരും. കർത്താവായ ദൈവം നമ്മളെ നോക്കുള്ളൂ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോ നോക്കുന്നില്ല. കാരണം അവനെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഒരു വ്യക്തി ദരിദ്രനായിട്ട് ജനിച്ചത് അവൻ്റെ തെറ്റല്ല. അവൻ ദരിദ്രനായിട്ട് ജീവിക്കുന്നെങ്കിൽ അത് അവൻ്റെ തെറ്റാ. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾക്ക് 2 കണ്ണും 2 കാതും 2 കൈയും 2 കാലും എല്ലാം ദൈവം നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിച്ച് ഈ ലോകത്തിലേക്ക് വിട്ടിട്ടും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ വിവേകപൂർവ്വം ഉപയോഗിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പെടുത്തിയിട്ടോ മറ്റുള്ളവർ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞിട്ടോ ഒരു തരവുമില്ല. കർത്താവ് അത് സ്വീകരിക്കുകയുമില്ല. നമ്മൾക്കിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കാം ദൈവത്തിൻ്റെ മുൻപിൽ, ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ള രീതിയിൽ. ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈശോ നിങ്ങളോട് പറയുന്നു, നീ പാപം ഏറ്റുപറയുമ്പോൾ, നീ കുമ്പസാരിക്കുമ്പോൾ, നീ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിലേക്ക് കടന്നു വരും. അഹങ്കാരത്തിൻ്റെ മുന ഒട്ടിക്കണം പ്രിയപ്പെട്ടവരെ. അഹങ്കാരത്തിൻ്റെ മുന ഒട്ടിച്ച് താഴെ വരണം. പ്രിയമുള്ള ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്ന് പറയട്ടെ, എന്നെ കാണാൻ വരുന്നവരിൽ ബഹുഭൂരിപക്ഷവും 90% പേരും വന്ന് പറയുന്നത് അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും അവരുടെ നിയോഗവും ഇവരുടെ നിയോഗമൊക്കെയാ. അതായത് എൻ്റെ മകൾ ഇങ്ങനെയാ, എൻ്റെ അപ്പൻ ഇങ്ങനെയാ, എൻ്റെ അമ്മ ഇങ്ങനെയാ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞ് സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ പേര് കാണാൻ വേണ്ടി വരാറുണ്ട്. എല്ലായിടത്തും ഇത് തന്നെയാണ്. ഈശോ നമ്മളെ താക്കീത് ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെ, എൻ്റെ പാപാവസ്ഥ എങ്ങനെ, എൻ്റെ പ്രാർത്ഥന എങ്ങനെ, എൻ്റെ ജീവിതം എങ്ങനെ ചിന്തിക്കുന്നില്ല. എനിക്ക് ഈ ഗതി വന്നു, ഞാൻ ഇങ്ങനെ ആയി, എൻ്റെ മാത്രം ജീവിതം ഇങ്ങനെ, മറ്റുള്ളവർ നല്ല രീതിയിൽ അല്ല. നിന്റെ ഭാഗമുണ്ട്, നിൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. നിന്റെ ജീവിതത്തിലുള്ള സഹനങ്ങൾ, നിന്റെ കുടുംബത്തിലെ സഹനങ്ങൾക്ക് നിൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ചിന്തിച്ചു നോക്ക്. പാപത്തിൻ്റെ മേഖല ഞാൻ പറഞ്ഞില്ലേ, മറച്ചു വയ്ക്കപ്പെട്ട പാപം, പിടിക്കപ്പെടാത്ത പാപം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമ്മൾ ഭംഗിയോടെ നമ്മൾ എന്താ പറയുക, ഒരു പേപ്പറിട്ട് ഒരു കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാപത്തിൻ്റെ, ഒരു ബോക്സിനകത്താക്കി വെച്ചിരിക്കുന്ന ഒരു പാപത്തിൻ്റെ ഒരു സീരീസ് തന്നെ നമുക്കുണ്ട് പറയാനായിട്ട്. പക്ഷെ അത് ദൈവത്തിന് മാത്രമേ
മാത്രമേ അറിയത്തുള്ളൂ, മറ്റുള്ളവർക്ക് അറിയത്തില്ല. നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, മറ്റുള്ളവരുടെ കുറവുകൾ അതിലേക്ക് മാത്രം നോക്കി അതുമൂലം ഞാൻ ഇങ്ങനെയായി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, നീയാണ്, നീ മാത്രമാണ്, നിന്നിൽ മാത്രമാണ് കുഴപ്പം, മറ്റുള്ളവരിലല്ല. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മുൻപിൽ മറ്റുള്ളവരുടെ കുറ്റം വിളമ്പരുത്. കർത്താവിൻ്റെ മുൻപിൽ മറ്റുള്ളവരുടെ കുറ്റം പോയി വിളമ്പരുത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോഴും, യേശുവിൻ്റെ നാമത്തിൽ ഒരു വിശുദ്ധ കുമ്പസാരത്തിന് പോകുമ്പോഴും, ഒരു ധ്യാനം കൂടുമ്പോഴും നിങ്ങളെ മാത്രം നിങ്ങൾ സമർപ്പിച്ചാൽ മതി. നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ കൂടെയുള്ളതെല്ലാം നന്നാകും. നിങ്ങളിൽ വിശുദ്ധീകരണം ഉണ്ടായാൽ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ അവസ്ഥകളിലും വിശുദ്ധീകരണം ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ ശ്രമിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാ, മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാ. അവൻ ചെയ്ത തെറ്റ്, അവൾ ചെയ്ത തെറ്റ്, നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് മാത്രമാണ്. അവൻ, അവൾ, അവരുടെ തെറ്റ്, അവരുടെ പാപം, അവരുടെ മദ്യപാനം, അവരുടെ വഴിവിട്ട ജീവിതം, അവരുടെ വേശ്യാവൃത്തി, അവരുടെ എന്താ പറയുക അലസതകൾ, അവരുടെ പ്രാർത്ഥനയില്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെ നമ്മൾ അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനോ, ഞാനെങ്ങനെയാ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് പാപം ചെയ്തു, എന്നിൽ നിലനിൽക്കുന്ന പാപം ഏത്, എന്നിൽ നിലനിൽക്കുന്ന പാപാവസ്ഥ ഏത്, എന്നിൽ എന്തുകൊണ്ട് ഈ ഗതി വന്നു? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം മറ്റൊന്നല്ല, നമ്മൾക്ക് നമ്മളെ തന്നെ വിധിക്കാൻ നമ്മൾക്ക് ഇഷ്ടമല്ല. കാരണം എൻ്റെ പാപം മറച്ചു വെച്ചിരിക്കുക. ഇതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രവും നിന്റെ കുടുംബത്തിൽ രക്ഷ കിട്ടാത്തതിന് കാരണവും മറ്റൊന്നല്ല, പരസ്പരം വിധിക്കുന്നതാണ്. സ്നേഹിക്കാൻ പറഞ്ഞാലും വിധിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ അവർക്കെതിരെ ഒരു നല്ല കട്ടി കൂടി ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഭംഗിയായിട്ടൊന്ന് മുറിവേൽപ്പിച്ച് നോക്ക്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ തലം മാറും. നിങ്ങളെ ഒരാൾ മുറിവേൽപ്പിച്ചാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ വിചാരിക്കാത്തൊരു പ്രവൃത്തി, ഒരു പാപം അവർ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല. അവിടെ ഒരു ഗ്യാപ്പ് വീണു. അത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം, എൻ്റെ സ്നേഹം, അത്രയേ ഉള്ളൂ. എന്നിട്ടും നമ്മളവരെ കുറ്റം വിധിക്കുക. ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? കർത്താവായ ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? എൻ്റെ പാപങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കയ്യിരിപ്പ് എല്ലാം ദൈവത്തിന് അറിയാം. നമ്മൾ ഈ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നവരല്ല എന്നുള്ളത് തമ്പുരാനറിയാം. നമ്മുടെ ഉള്ളിലുള്ള പാപവും നമ്മൾ ചെയ്തു കൂട്ടിയ പാപവും നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന പാപവും അറിയുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാനുണ്ട്. ഈ പ്ലാൻ നമ്മൾ എന്താ പറയുക, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്ലാൻ, അത് നമ്മൾ സമർപ്പിക്കുന്ന പ്ലാനാണ്. അത് കർത്താവ് സ്വീകരിക്കത്തില്ല. കർത്താവിൻ്റെ പ്ലാൻ അതേ നടക്കത്തുള്ളൂ. അത് നടക്കാൻ വേണ്ടിയിട്ട് അവൻ പ്രയത്നിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പ്ലാൻ ബി കർത്താവിലേക്ക് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിലേക്ക് എൻ്റെ പ്ലാൻ ബി കൊടുത്തുകൊണ്ടിരിക്കുക. കർത്താവ് ഇത് മതി, ഇതിങ്ങനെ ആയാൽ അത് ഓക്കെയാ, അതങ്ങനെ ആയാൽ ഇത് ഓക്കെയാ. ഇവിടെ ദൈവത്തെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക ചെയ്യുന്നത്. ഈശോ സ്വീകരിക്കില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ വിശുദ്ധ ജീവിതം നയിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. മറ്റുള്ളവരെ തിരുത്തി നിൻ്റെ കുടുംബം രക്ഷപ്പെടുത്തരുത്, നടക്കില്ല. മറ്റുള്ളവരുടെ കുറ്റം തിരുത്തി നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കരുത്, നടക്കില്ല. മറ്റുള്ളവരിലല്ല കുഴപ്പം, നിന്നിൽ മാത്രമാണ് കുഴപ്പം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു അടി കിട്ടുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കും, ഈശോയെ ഞാൻ എവിടെയാ ഞാൻ വീണതെന്നാണ് ചിന്തിക്കണം. എൻ്റെ മക്കളിലോ എൻ്റെ കുടുംബത്തിലുള്ളവരിലോ എവിടെ ഒരു പ്രശ്നം വന്നാലോ, എൻ്റെ ബന്ധുമിത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കും, എൻ്റെ ശുശ്രൂഷയെപ്പറ്റി ഞാനിങ്ങനെ ആലോചിക്കും. എവിടെയെങ്കിലും വല്ല പിഴവ് വന്നോ ഈശോയെ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു പോയോ തമ്പുരാനെ, ഇങ്ങനെ ചിന്തിക്കും ഞാൻ. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരെ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ബാക്കി മൊത്തം കുടുംബാംഗങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വ്യക്തിയെയാണ്. അവരെ ചെന്നല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും വഴി അതിൻ്റെ ഫലം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവർ ജീവിക്കുന്നത്. അതിൽ നിന്ന് വളം സ്വീകരിച്ചാണ് ബാക്കിയുള്ളവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വയം അത് ഏറ്റെടുക്കണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല.
ക്ഷമയോടെ ഇത്രയും സമയം നിങ്ങൾ ഇരിക്കില്ല, ഉറപ്പാണ്. നിങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യമുണ്ട്. കുറച്ച് പേരിരുന്ന് ഉറങ്ങുന്നുണ്ട്, അല്ലാതെ ബാക്കിയുള്ളവരിൽ എല്ലാവരിലും പ്രാർത്ഥനാ ചൈതന്യമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശമുണ്ട്. ആ അംശം നമ്മുടെ ഉള്ളിലിരിക്കെ, പ്രിയമുള്ള ദൈവജനമേ, സാത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ച് പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ പ്രലോഭിപ്പിച്ച വ്യക്തിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. അതെങ്ങനെ ആയിക്കൊള്ളട്ടെ, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ഞാനല്ലേ പാപം ചെയ്തത്, ഞാൻ എന്നിലേക്ക് നോക്കിയാൽ മതി. എൻ്റെ കുറവല്ലേ ഇങ്ങനെ വരാൻ കാരണം, ഞാൻ എന്നിലേക്ക് നോക്കിയാൽ മതി. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? ക്രിസ്തുവിൻ്റെ ആലയമാണ് ഞാനും നിങ്ങളും, ക്രിസ്തുവിൻ്റെ മാത്രം ആലയം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആലയമാകുന്ന നമ്മളിൽ കർത്താവ് സ്ഥാപിച്ച അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊരു ആലയമാണെങ്കിൽ ആ ആലയത്തിൽ ദൈവം സ്ഥാപിച്ച ഒരു പ്രതിഷ്ഠയാണ് നമ്മുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു, നമ്മൾ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു, അതാണ് ഈശോ നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കലും ദൈവത്തെ അറിഞ്ഞവരെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദൈവത്തെ അറിയാത്തവരെയാണ്. ദൈവത്തെ അറിഞ്ഞവരുടെ പ്രൊട്ടക്ഷൻ അവർ സ്വയം പ്രാർത്ഥിച്ച് നേടേണ്ടതാണ്. ആമേൻ. ഹല്ലേലൂയ. കാണാതായ ആടിന് പുറകെ ഇടയൻ പോയുള്ളൂ. 99 എണ്ണം അത് മരുഭൂമിയിലാണ്, മരുഭൂമി അനുഭവത്തിലാണ്. മാറ്റമില്ലാത്ത കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏത് തിന്മയുടെ ശക്തി വന്നാലും കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കത്തില്ല. മറിച്ച് നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് പ്രൊട്ടക്ഷൻ എടുക്കണം. അത് കർത്താവ് നിങ്ങൾക്ക് ഒരുക്കി തരും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ. അതല്ലെങ്കിൽ ഈശോ അത് നോക്കിക്കൊള്ളും, കർത്താവ് നോക്കിക്കൊള്ളും, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കില്ല. പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ പ്രൊട്ടക്ഷൻ ദൈവം കൊടുക്കും. കാരണം അവൻ ദൈവത്തെ അറിയില്ല. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അവരെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മറിച്ച് എൻ്റെ പ്രൊട്ടക്ഷൻ, എൻ്റെ ജീവിതം ഞാനാണ് തിരുത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ തന്നെ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ തിരുമുൻപിൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയണേ. ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് ഒരു കുമ്പസാരത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, കത്തോലിക്കനെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധമായ ദിവസമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിവസം. കാരണം നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്ന ദിവസമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിവസം. പുതിയ സൃഷ്ടിയായിട്ട് നിങ്ങൾ മാറും. പുതിയൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. ഇതുവരെയുള്ള പാപങ്ങൾ ഈശോ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും ഈശോ എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയുടെ ദിവസമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിവസം. ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസമാണ് പ്രിയമുള്ളവരെ. കാരണം നിരവധിയായിട്ടുള്ള തടസ്സങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുന്ന ദിവസമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിവസം. വിശുദ്ധ കുമ്പസാരത്തിൽ പൊട്ടാത്ത ചങ്ങലകളില്ല. വിശുദ്ധ കുമ്പസാരത്തിൽ കിട്ടാത്ത വിടുതലുകളുമില്ല. വിശുദ്ധ കുമ്പസാരമാണ് ഏറ്റവും നമ്മൾക്ക് സ്വീകരിക്കാവുന്ന കുദാശകളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ കൂടെ സ്വീകരിക്കുന്നതും വിശുദ്ധ കുമ്പസാരത്തെയാണ്. കാരണം ആഴ്ചയിൽ ഒരിക്കലോ 3 ദിവസം കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരും. 3 ദിവസം കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കാൻ പറയും. ഓരോ 3 ദിവസം കൂടുമ്പോഴും വിശുദ്ധ കുമ്പസാരത്തിലേക്ക് ഓടുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഫ്രഷായിരിക്കും. നമ്മൾ ഫ്രഷായിരിക്കും. ആ ഒരവസ്ഥയിൽ കർത്താവ് നമ്മളെ പരിപാലിക്കും. അതുകൊണ്ട് ചില വ്യക്തികൾ വന്നിട്ട് മക്കളുടെ നിയോഗങ്ങൾ പറയും. നിങ്ങൾ ഒരിക്കലും കെട്ടിച്ചു വിട്ട, വിവാഹം കഴിപ്പിച്ച് വിട്ട നിങ്ങളുടെ മക്കളുടെ നിയോഗം പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലരുത്. തെറ്റാണ്. അത് നിങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് അത് കട്ട് ചെയ്ത് മാറ്റപ്പെട്ടു. ആയതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് അവളോട് ചേരും. അവളോട് ചേർന്നതിനെയും അവനോട് ചേർന്നതിനെയും നിങ്ങൾ ചുമക്കരുത്.
വിവാഹം കഴിഞ്ഞ് നിങ്ങളൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചതിനെ വീണ്ടും അവരുടെ രോഗം, അവരുടെ ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചുമക്കരുത്. വിവാഹത്തിൻ്റെ പുറകിൽ പ്രിയമുള്ള ദൈവജനമേ, വിവാഹം കഴിഞ്ഞവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഒരുക്കം തുടങ്ങുകയാണ്. ഈശോയിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾക്ക് മുദ്ര വെച്ച് തരുന്നതാണ് മക്കളുടെ വിവാഹം. യേശുവിലേക്ക് തിരിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് നിങ്ങൾക്ക് തരുന്ന റിട്ടേൺ ടിക്കറ്റാണ് മക്കളുടെ വിവാഹം. മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ മാതാപിതാക്കൾ പിന്നെയും അവരുടെ ഭാരവും ദുഃഖവും എടുത്ത് തലയിൽ കയറ്റിക്കൊണ്ട് പോകരുത്. കാരണം അവരുടെ ജീവിതത്തിൽ പിന്നെ വരുന്ന സഹനങ്ങൾ ആ കുടുംബമാണ് ഏറ്റെടുത്ത് പരിഹരിക്കേണ്ടതും പ്രായശ്ചിത്തം ചെയ്യേണ്ടതും, മാതാപിതാക്കളല്ല. മാതാപിതാക്കൾ പിന്നീട് അങ്ങോട്ട് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് പോകാൻ സ്വയം ആത്മാവിനെ ഒരുക്കേണ്ട സമയമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളെ കർത്താവ് ചോദ്യം ചെയ്യും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആയുസ് തീർക്കരുത് ദൈവത്തെ ഓർത്ത്. ഇന്നലെയും ഒത്തിരി അമ്മമാർ വന്ന് സങ്കടം പറഞ്ഞത് മക്കളെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, മക്കളെ വിവാഹം കഴിപ്പിച്ച് വിട്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഭാരം ഏറ്റെടുക്കണം? പിന്നെ എന്തിനാ അവർ വിവാഹം കഴിപ്പിച്ചത്? പിന്നെ അവരുടെ ജീവിതമാണ്. നിങ്ങൾ അനേകം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മുട്ടുകുത്തണം. പിന്നെ അത് നിങ്ങൾ തലയിലേക്ക് ഏറ്റെടുക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ബാധിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങരുത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ നിങ്ങളെ ഏൽപ്പിച്ചതിന് നിങ്ങൾ ഒരാളിലേക്ക് ഏൽപ്പിച്ചു. വീണ്ടും അത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ വിള്ളലുകൾ വീഴും. ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകലാൻ കാരണമാകും. ഇത് പിശാചൊരുക്കുന്നൊരു കെണിയാണ്. മക്കൾ ഒരിക്കലും മാതാപിതാക്കൾക്ക് ഭാരമാകരുത്. മാതാപിതാക്കൾ ഒരിക്കലും മക്കളുടെ ഭാരത്തെ ചുമക്കരുത്. വിവാഹം കഴിപ്പിച്ച് വിട്ട മക്കളുടെ ഭാരത്തെ മാതാപിതാക്കളെ ചുമക്കരുത്. കാരണം അതിനുശേഷം നമ്മൾ വിവാഹം കഴിച്ച് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെയും അവരെ നമ്മൾ ഏറ്റെടുക്കരുത്. അവരുടെ വഴിക്ക് വിട്ട് അവരെ സഹനത്തിന് വിട്ടുകൊടുത്ത് ആ സഹനത്തിൽ അവർ ഇങ്ങനെ ഉലയിൽ സ്വർണമെന്ന പോലെ അവർ അഗ്നിശോധന ചെയ്യപ്പെടേണ്ട സമയമാണ്. അതെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും തോറും ആ ദമ്പതികൾക്ക് പ്രാർത്ഥിച്ച് സഹനത്തെ അതിജീവിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തെയാണ് ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ അത് നീതിയല്ല. ചില വ്യക്തികൾ, ചില കുടുംബങ്ങളിൽ ചില സഹനവുമായിട്ട് വരുമ്പോൾ ഈശോ പറയും, വിട്ട് കൊടുക്കാൻ പറയും. അതായത് അത് നീ പ്രാർത്ഥിക്കേണ്ടെന്ന് ഈശോ ഇങ്ങനെ സന്ദേശം തരും. അത് പ്രാർത്ഥിക്കരുത്, അത് ഏറ്റെടുക്കരുത്, അത് ചെവിക്കൊള്ളരുതെന്ന് ഈശോ പറയും. കാരണം ആ സഹനം ആ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണമാണെങ്കിൽ ആര് പ്രാർത്ഥിച്ചിട്ടും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, അത്തരത്തിലൊന്നും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഏറ്റെടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ച് മാത്രം പിന്നീട് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ആത്മരക്ഷ അത് മറന്നു പോകരുത്. നിങ്ങൾ ലോകം മുഴുവൻ നേടി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ലോകം മുഴുവൻ നേടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം ഒരു ബ്ലോക്ക്, ഒരു തടസ്സം വന്നിട്ടുണ്ടോ, അത് അവരുടെ കുഴപ്പമാണ്, മാതാപിതാക്കളുടെ കുഴപ്പമല്ല. മാതാപിതാക്കൾ അതേക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാൻ പാടില്ല. അവരുടെ വ്യക്തി ജീവിതത്തിൽ ഭാര്യയുടേതോ ഭർത്താവിൻ്റെയോ ജീവിതത്തിലുള്ള കുറവുകളാണ് അതിന് കാരണം. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം കടുത്ത സഹനങ്ങൾ ഏർപ്പെടുത്തും. ഒരിക്കലും സോൾവ് ചെയ്യപ്പെടാൻ പറ്റാത്ത സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ തലമുറകളിൽ നിന്നും മരിച്ചുപോയ ആത്മാക്കൾക്ക് പ്രാർത്ഥനയായിട്ട് ആ സഹനത്തെ ദൈവം സ്വീകരിക്കാനിരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, ചില ദമ്പതികളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, എന്താ കർത്താവ്? കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്ന രീതിയിലുള്ള സഹനം. പക്ഷെ അതിന് പുറകിലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. കാരണം ഇസ്രായേൽ ജനത്തെ നയിച്ചതും കർത്താവാണ്. ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതും കർത്താവാണ്. ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന കർത്താവ് ഒപ്പം തന്നെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഫറവോയുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. കർത്താവ് തന്നെ കഠിനമാക്കിക്കൊണ്ടിരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ കുറെ കൂടെ സ്മൂത്തായിട്ട് നയിക്കാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നു. ഫറവോയുടെ ഹൃദയം കുറച്ച് ഒന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ. പക്ഷേ ഇല്ല, നിങ്ങളെ ദൈവം നയിക്കും നിങ്ങളുടെ കഷ്ടതകളിൽ.
നിങ്ങളുടെ കഷ്ടതകൾ വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കണം. കാരണം ദൈവം നിങ്ങളുടെ വലത് കൈയിൽ പിടിച്ചിട്ടുണ്ട്. അവനാണ് നിങ്ങളെ വഴി നടത്തുന്നത്. ആമേൻ, ഹല്ലേലൂയ. കഷ്ടതകൾ വരുമ്പോൾ ഒരിക്കലും പറയരുത് ദൈവം ഉപേക്ഷിച്ചു എന്ന് പറയരുത്. കഷ്ടതകൾ വരുമ്പോഴാണ് കൂടുതൽ ദൈവം എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടത്. ഹല്ലേലൂയ. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, നീ ഇന്ന് എന്നെ സ്നേഹിക്കുന്നില്ലേ? ഇന്ന് എനിക്ക് ഒരു സഹനവും കിട്ടിയില്ലല്ലോ. നീ ഇന്ന് എന്നെ സ്നേഹിക്കുന്നില്ലേ? എനിക്കിന്നൊരു സഹനവും കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ചോദിച്ച് ശുശ്രൂഷകളെ, അതായത് സഹനമെന്ന് പറയുന്ന ശുശ്രൂഷകളെ സ്വീകരിക്കുന്ന വിശുദ്ധരായിട്ടുള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവ തിരുമുൻപിലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്നതെല്ലാം നിങ്ങളുടെ നിയോഗങ്ങളായിരിക്കരുത്. ആത്മസ്ഥിതിയെ നിങ്ങൾ സമർപ്പിക്കുക, ആത്മാവിൻ്റെ അവസ്ഥകളെ നിങ്ങൾ സമർപ്പിക്കുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണ് സൈന്യങ്ങളുടെ കർത്താവ്. പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം, കാരുണ്യം കാണിക്കുന്ന ദൈവം, സൗഖ്യദാതാവായ ദൈവം. ഇങ്ങനെ കർത്താവിന് നമ്മളൊരു സബ് ടൈറ്റിൽ കൊടുക്കാറുണ്ട്. ഇവിടെ പഴയ നിയമത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും. സൈന്യങ്ങളുണ്ട്. ഏതാ സൈന്യം? ക്രിസ്തുവിൻ്റെ, കർത്താവിൻ്റെ സൈന്യമുണ്ടെങ്കിൽ ആ സൈന്യങ്ങൾക്ക് ഒരു അധിപൻ, അത് ക്രിസ്തു. പ്രിയമുള്ള ദൈവജനമേ, ഈ സൈന്യങ്ങളുടെ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എന്തിനു ചേർത്തു? നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മതി. പക്ഷേ നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മസ്ഥിതിയിൽ വരുന്ന പാപകരമായ അവസ്ഥകൾക്ക് ഒത്തിരി സാത്താൻ്റെ ഒരു ഗണം തന്നെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതുണ്ട്. സാത്താൻ്റെ ഒരു ഗണം തന്നെ നിങ്ങളെ പാപത്തിൽ വീഴിക്കാൻ ശ്രമിക്കുന്നതുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മാരക പാപത്തിൽ വീണു പോയെന്നിരിക്കട്ടെ, മാരക പാപത്തിൽ നമ്മൾ വീണു. ആ പാപത്തിൽ വീണ നമ്മൾ പിന്നീട് അങ്ങോട്ട് ആ പാപത്തിൽ തന്നെ ജീവിച്ചു, പിടിക്കപ്പെട്ട് നമ്മളെ എന്താ പറയുക, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ശുശ്രൂഷകരുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നമ്മൾ പ്രതിജ്ഞ എടുക്കുക, ഇനി ഞാൻ ഈ തെറ്റ് ചെയ്യില്ല, ഞാൻ ഉപേക്ഷിച്ചോളാം, ഞാൻ ഈ പാപം ഇനി ചെയ്യില്ല, ഞാൻ ദൈവമേ അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരുണയ്ക്ക് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കർത്താവിന് നമ്മൾ വാക്കുകൊടുത്ത് തിരിച്ച് നമ്മൾ ഏതവസ്ഥയിൽ പാപം ചെയ്തുവോ ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ പാപമില്ലാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു വരിക. കാരണം എല്ലാം ഉപേക്ഷിച്ച് തീരുമാനമെടുത്ത് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് തിരിച്ചു വരുന്നു. വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ എഗെയിൻ ആ പാപത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മളെ ഭരിച്ചു തുടങ്ങാം. വീണ്ടും ആ പാപത്തെക്കുറിച്ചൊരു ചിന്ത ഭരിച്ചു തുടങ്ങാം. കർത്താവേ എന്ന് നമ്മൾ വിളിക്കുന്നതിന് പകരം വീണ്ടും പഴയ പാപം ഏത് നമ്മൾ ഇനി ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്തുവോ ആ പാപത്തെ നമ്മളിങ്ങനെ റിക്കളക്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ റിക്കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് വീണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തയിലൂടെ വന്ന് എഗെയിൻ നമ്മൾ വീണ്ടും ആ വ്യക്തിയെ വിളിക്കാനോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടാനോ ശ്രമിക്കും. അല്ലെങ്കിൽ ആ ഒരു ഒന്നാം പ്രമാണ ലംഘനമാണെങ്കിൽ വീണ്ടും അതേ സ്ഥലങ്ങളിലേക്കൊന്ന് പോയി ഒന്ന് കാര്യങ്ങൾ അറിയാം എന്നൊരു ചിന്ത വരും. മദ്യത്തിൻ്റെ ദുരാത്മാവാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കാം, അതിൽ തെറ്റില്ല എന്നൊരു ചിന്ത വന്ന് ഇങ്ങനെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ പാപമുണ്ടല്ലോ, നമ്മൾ എന്നേക്കാട്ട് വെറുത്ത പാപമുണ്ടല്ലോ, അതാണ് സാത്താൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. കാരണം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ പാപം കാഠിന്യം കൂടിയ പാപമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് പറയില്ല, കാഠിന്യം കൂടിയ പാപമേ നമ്മൾ ഉപേക്ഷിക്കുന്നുള്ളൂ. ലഘുപാപങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയില്ല. കാരണം അത് പാപത്തിൻ്റെ ലിസ്റ്റിൽ നമ്മൾ പെടുത്തുന്നില്ല. കാരണം പുള്ളി എന്നോട് അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ചെയ്തു. അത് ബോധപൂർവമല്ല, ആ ഒരു
പർട്ടിക്കുലർ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്തു പോകുന്നതാണ്. പക്ഷേ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന പാപത്തും ഡയറക്റ്റ് 10 കൽപ്പനയ്ക്കുള്ളിൽ വരുന്ന ലംഘനങ്ങളായിരിക്കും. ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പാപം നേരിട്ട് 10 കൽപ്പനയ്ക്ക് കീഴേ വരുന്ന പാപമേ ഞാൻ ഉപേക്ഷിച്ചു ഇനി ചെയ്യില്ല എന്ന് പറയുള്ളൂ. പക്ഷേ പ്രിയമുള്ളവരെ, നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വാക്ക് കൊടുത്ത ചില പാപത്തിനെതിരായിട്ടുള്ള പ്രതിജ്ഞകളുണ്ടല്ലോ, അതായിരിക്കും സാത്താന് നിങ്ങളിലുള്ള പിടിവള്ളി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പിടിവള്ളി അവനിലുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ പാപം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ പാപം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഞാൻ ഉപേക്ഷിക്കാം, പെട്ടെന്ന് ധ്യാനേന്ദ്രത്തെ ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കാം, പക്ഷെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം എന്താ? സ്വയം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ ചിന്തയിൽ ഞാൻ മുഴുകുന്നുണ്ടോ? ആ ചിന്തയിൽ ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ടോ? ആ ചിന്ത എന്നെ ഇങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റുന്നുണ്ടോ? പ്രിയമുള്ള ദൈവജനമേ, ഞാൻ ആ പാപത്തെ ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പാപങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ആ വ്യഭിചാര ദുർഭം, ആ മദ്യത്തിൻ്റെ ദുരാത്മാവ്, ആ 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ അരൂപിയിൽ നിന്ന് എന്നെ നീ പുറത്താക്കണം. എന്നിൽ നിന്ന് ആ അരൂപിയെയും നീ പുറത്താക്കണം. ആ പാപത്തെ ഞാൻ ഉപേക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് ഞാൻ താൽക്കാലികമായി പുറത്താക്കപ്പെട്ടു, എന്നേക്കുമായിട്ടല്ല. ഒരു പാപവും ഒരു സാത്താന്യ ശക്തിയും എന്നേക്കുമായിട്ട് നിങ്ങളെ വിട്ടു പോവുകയുമില്ല, മാറി നിൽക്കുകയേ ഉള്ളൂ. അവസരം കിട്ടിയാൽ അത് വീണ്ടും നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഒരു പാപം, ഒരു മാരക പാപം ചെയ്ത് പിന്മാറിയ വ്യക്തി അതിനുള്ള ചാൻസ് അവരുടെ ജീവിതത്തിൽ, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആദ്യത്തെ പാപത്തേക്കാൾ 10 മടങ്ങ് കൂടുതലായിരിക്കും. ആദ്യം ഈ പാപം ചെയ്തപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രത്തോളം ഈ പാപം ചെയ്യാനുണ്ടായ ചാൻസ് കുറവാണ്. പക്ഷെ ആ പാപം ചെയ്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാമെന്ന് വിചാരിച്ചോ, ആ ഡിസിഷൻ എടുത്തു കഴിയുമ്പോഴാണ് ഈ പാപം നിങ്ങളെ എത്ര സ്വാധീനിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം പിന്നീട് അങ്ങോട്ട് ഈ ചിന്ത നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഈ പാപം നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. 78 വയസ്സുള്ളൊരമ്മ ഭർത്താവിനോടൊത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു. ശുശ്രൂഷ ധ്യാനത്തിൻ്റെ സമയത്ത്, ധ്യാനം കഴിഞ്ഞുള്ള സമയത്ത് കാണാൻ വേണ്ടി വന്നിട്ട് ഈ അമ്മ പറഞ്ഞ, അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് തന്നെ അമ്മ പറഞ്ഞു, എനിക്ക് സെക്ഷുവൽ തോട്ട്സാണ്. എൻ്റെ മനസ്സിൽ 78 വയസ്സാണ്, നിങ്ങൾ ആലോചിക്കണം. സെക്ഷുവൽ തോട്ട്സാണ് എൻ്റെ മനസ്സിൽ. ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, മീൻസ് റിട്ടയർ ചെയ്ത ഒരു ഹെഡ് മിസ്ട്രസ്സാണ് ആ അമ്മ. എനിക്ക് ഈ ഒരു തോട്ട്സ് എൻ്റെ മനസ്സിൽ നിന്ന് ബ്രദറെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ചിന്തയിൽ ഈ തോട്ട്സ് വരിക. എൻ്റെ ഭർത്താവ് അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ അമ്മ സംസാരിക്കുന്നത്. ഈ തോട്ട്സിന് കാരണം എന്താ? ഞാൻ പറഞ്ഞു, അമ്മയുടെ ജീവിതത്തിൽ ആ ഭർത്താവിനെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മയുടെ ജീവിതത്തിൽ പണ്ട് വന്ന ഒരു പാപത്തിൻ്റെ മാലിന്യം കഴുകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കഴുകപ്പെട്ടിട്ടില്ല, മാലിന്യമാണ് കിടന്ന് കളിക്കുന്നത്. ആ മാലിന്യത്തെ നീക്കം ചെയ്യാതെ ഈ തോട്ട്സ് മാറില്ല പ്രിയപ്പെട്ടവരെ, മാറില്ല. കറ വീണാൽ ആ കറ കഴുകി കളയാൻ ബുദ്ധിമുട്ടാണ്. ഒരു കറ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്താലും ആ കറയ്ക്ക് കാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു അഴുക്ക്, അത് ക്ലീനായി പോവും. ആ അഴുക്ക് കൊടുത്ത ആ ഒരു പാട് അവശേഷിക്കുകയോടെ നമ്മുടെ ഫ്ലോറിലോ ഭിത്തിയിലോ ഒക്കെ നോക്കും നിങ്ങൾ. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു പാപത്തിലേക്ക് വീണ വ്യക്തി ആദ്യം 4 ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത് പിന്നീടത് 8 ആക്കിയില്ലെങ്കിൽ വീണ്ടും ആ പാപത്തിലേക്ക് വീഴും. 100% ഉറപ്പാണ്. കാരണം ഒരു ദുരാത്മാവ്, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി അലഞ്ഞു നടക്കും. പക്ഷേ അത് ആശ്വാസം കണ്ടെത്തുകയില്ല. അത്
തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ ആ ഭവനം അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണും. അങ്ങനെ ഈ ദുഷ്ടാത്മാവ്, ഈ അശുദ്ധാത്മാവ് പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 എണ്ണത്തിനെ കൊണ്ടുവരും. മൊത്തം 8. അതായത് 7 എണ്ണത്തിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ 7 തരത്തിൽ പിന്നീട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഞാനത് ആദ്യം നിങ്ങളോട് പറഞ്ഞത്, ഒരു പാപം, ഞാൻ വെറുത്തുപേക്ഷിച്ച പാപം ഉപേക്ഷിക്കപ്പെട്ടതിനു ശേഷം വീണ്ടും അതിൻ്റെ 10 മടങ്ങ് ചാൻസസ് ഉണ്ട് ആ പാപം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പാപം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം പാപങ്ങളാണ്. അപ്പോൾ വിശുദ്ധ കുമ്പസാരത്തിൽ പാപം നിങ്ങൾ ആദ്യം ഏറ്റുപറയണം. കഥ പറയരുത്, പാപം ഏറ്റുപറയാൻ പാടുള്ളൂ. അതിൻ്റെ സാഹചര്യങ്ങൾ പറയരുത്. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപമേ ഏറ്റുപറയാൻ പാടുള്ളൂ, അതിൻ്റെ സാഹചര്യങ്ങൾ പറയരുത്. പാപം മാത്രം. അതിൻ്റെ കാഠിന്യം കുറഞ്ഞു പോകരുത്. എത്ര തവണ ചെയ്തു, 1-ാം പ്രമാണ ലംഘനം മുതൽ ഇങ്ങോട്ട് ഓരോ ലംഘനങ്ങളും എത്ര തവണ, എവിടെ വെച്ച്, എങ്ങനെ, അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അത്രയും മതി വിശുദ്ധ കുമ്പസാരത്തിൽ. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കരുത്. അതിൽ ഒട്ടും കാഠിന്യം കുറയാതെ നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപം അതിൻ്റെ കറ കഴുകുന്ന സമയമാണ് വിശുദ്ധ കുമ്പസാരക്കൂട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ ഈ പാപം ഏറ്റുപറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അനുതപിച്ചേറ്റു പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ തോട്ട്സ് നിങ്ങൾക്ക് വരില്ല. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞില്ലേ, ചെയ്ത പാപത്തെക്കുറിച്ചുള്ള തോട്ട്സ് നിങ്ങളെ ഭരിക്കും. ചില പാപങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് നമ്മളെ ഭരിക്കാൻ കാരണം ആ പാപത്തെ പ്രതി ഞാൻ അനുതപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അനുതപിച്ചിട്ടില്ല. അനുതപിച്ച് കരഞ്ഞേറ്റു പറഞ്ഞ പാപത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള തോട്ട്സോ പല വിചാരങ്ങളായിട്ടോ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും വരികയില്ല. ആമേൻ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വൃത്തിയായി നിങ്ങൾ കുമ്പസാരിക്കുക. കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറയുന്നത് നിങ്ങളുടെ തന്നെ ആത്മരക്ഷയാണ്. നിങ്ങൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ കുമ്പസാരിക്കേണ്ട. അത് വെറുതെ, അത് കള്ളക്കുമ്പസാരമായിരിക്കുള്ളൂ. ഒരു ഗുണവുമില്ല അതിന്. മാതാപിതാക്കൾ മക്കളെ ഇങ്ങനെ തള്ളി വിടും, പോയി കുമ്പസാരിച്ചിട്ട് പോവാം. പക്ഷെ പ്രത്യേകിച്ച് ഗുണമില്ല പ്രിയപ്പെട്ടവർ അതിൽ. കാരണം അവർ ഒരുങ്ങിയിട്ടും ഉണ്ടാവില്ല. അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അപ്പന് വേണ്ടി കുമ്പസാരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുമ്പസാരത്തെ പറ്റി ഞാൻ പഠിപ്പിക്കുകയല്ല. നിങ്ങൾ കുമ്പസാരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. നിങ്ങളുടെ നിയോഗങ്ങൾ മാറ്റപ്പെടും. കർത്താവ് അതിന് അത് സോൾവ് ചെയ്ത് തരും. നിങ്ങൾ കുമ്പസാരിച്ചില്ലെങ്കിൽ